ഹലോ, ഇന്ന് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ഐറ്റമാണ് നമ്മൾ ക്രിസ്മസ് കേക്ക്. അതിനായിട്ട് നമ്മൾ എടുത്തേക്കുന്ന മുട്ട, കുരുവില്ലാത്ത മുന്തിരി, ഗ്രാമ്പു, കാഷ്യൂ നട്ട്സ്, പിന്നെ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഡേറ്റ്സ്, പിന്നെ ഓരോ കപ്പ് വീതം പഞ്ചസാരയും മൈദയും. ഫസ്റ്റ് കുറച്ച് ഗ്രാമ്പു എടുത്ത് നമുക്കൊന്ന് പൊടിച്ച് വയ്ക്കാം. നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കണം. കൂടെ തന്നെ 1 കപ്പ് ഷുഗർ നമ്മൾ എടുത്തില്ലേ, അതിൻ്റെ ഹാഫ് പൊടിച്ച് വയ്ക്കുക. ബാലൻസ് വരുന്നത് ആ ഹാഫ് നമുക്ക് കാരമലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടും എടുക്കാം. ഒരു 2 ടീസ്പൂൺ വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ കളർ മാറണം, ഒരു ബ്രൗൺ ഷെയ്ഡിലോട്ട് വരണം. അതിന് വേണ്ടിയിട്ടാണ് നന്നായിട്ട് ഇളച്ച് കൊടുക്കുക. ചെറിയ പതയൊക്കെ വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഓക്കെ, ഓൾമോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഡേറ്റ്സ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കാം. അത്യാവശ്യം ചെറിയ പീസായിട്ട് തന്നെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. നമുക്ക് നോക്കാം, നമ്മൾ ഇപ്പോൾ വെച്ചുകൊണ്ടിരുന്ന നമ്മളെ കാരമലൈസേഷനൊക്കെ എന്തായി നോക്കാം. കളറൊക്കെ ചേഞ്ചായി ഈ ഒരു കളറിലോട്ട് വന്നു. ഇനി നമുക്കതിലോട്ടൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എടുത്ത് വെച്ച ഉണക്കമുന്തിരി, റെഡിയാക്കി വെച്ച ടൂട്ടി ഫ്രൂട്ടി അതിട്ട് കൊടുക്കാം. നെക്സ്റ്റ് റെഡിയാക്കി വെച്ച ഡേറ്റ്സ് ഇട്ട് കൊടുക്കാം. അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇനി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് നമ്മൾ നല്ല തിള വരുന്നവരെ വെയിറ്റ് ചെയ്യണം. ഇതിൽ കിടന്നത് നല്ലോണം ഒന്ന് ആ ഒരു കണ്ടൻറ്റ് എല്ലാ ഭാഗത്തും മിക്സ് ആവണം. നമ്മൾ പറയില്ല, ഇതിനകത്ത് നമ്മളിപ്പോൾ റമ്മോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല, പക്ഷേ നമുക്ക് ആ ഒരു എഫക്റ്റ് വേണം താനും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മിക്സിങ്ങിൽ കിടന്ന് നല്ലോണം ഇത് വേവുന്നത്. നന്നായിട്ട് തിളച്ച് ഇതിൽ ഈ ഒരു ജലാംശമൊക്കെ നല്ല വലിഞ്ഞ് ഈ ഒരു ടൈപ്പിലായിട്ട് കിട്ടണം നമുക്ക്. അപ്പോഴേക്ക് നമുക്ക് നമ്മുടെ പൊടിയൊക്കെ ഒന്ന് റെഡിയാക്കി. 1 കപ്പ് മൈദയാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത്. അത് നന്നായിട്ട് തരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലോട്ട് ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യാം. 1 ടീസ്പൂണാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. അടുത്തൊരു 1/4 ടീസ്പൂണ് നമുക്ക് ബേക്കിംഗ് സോഡയും കൂടി ചേർക്കാം. പിന്നെ ഒരു നുള്ളുപ്പും. വീണ്ടും നന്നായിട്ട് അത് മിക്സ് ചെയ്ത് തരിച്ചവിടെ റെഡിയാക്കി വെക്കുക. അടുത്ത നമുക്കൊരു ബൗളിലോട്ട് നമ്മൾ എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കാം. 2 എഗ്ഗാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. 2 എഗ്ഗും പൊട്ടിച്ച് പാർന്നിട്ടുണ്ട്. നമുക്കിത് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റിംഗ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയാലേ നമ്മളെ കേക്ക് നല്ല പ്ലഫി ആയിട്ടൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അതിൽ നല്ലോണം ശ്രദ്ധിക്കുക. പിന്നെ ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ തന്നെ ബീറ്റ് ചെയ്തെടുക്കുക. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മിക്സ് ഒന്ന് നോക്കാം. അതാ നോർമൽ ടെമ്പറേച്ചറിലോട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, ആ ചൂടെല്ലാം വിട്ട് നല്ലോണം ചൂടെല്ലാം വിട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്യാൻ പാടുള്ളൂ. അടുത്തതായിട്ട് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതൊഴിച്ചിട്ട് വീണ്ടും നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക. ഇങ്ങനെ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ അകത്ത്. രണ്ടും സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 ബാറ്ററും കൂടെ മിക്സ് ചെയ്യണം. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ട്രേ എല്ലാം സെറ്റ് ചെയ്ത് ബട്ടറൊക്കെ തേച്ചൊന്ന് സെറ്റ് ചെയ്യാം. പിന്നെ കാഷ്യൂ നട്ട്സ് എല്ലാം ജസ്റ്റ് ഒന്ന് ചെറുതാക്കി ആ ഒരു ഫോമിലാക്കി വയ്ക്കാം. ഇനി നമ്മൾ ആ ബാറ്റർ മിക്സ് ചെയ്യാം. ബാറ്റർ രണ്ടും കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. മിക്സിങ് എല്ലാ സ്ഥലത്തും എത്തണം. നല്ലോണം ഇതായതുപോലെ നല്ല മിക്സിങ് വരണം. നമുക്കറിയാമല്ലോ, കേക്ക് ഉണ്ടാക്കുമ്പോൾ മിക്സിങ്ങിലാണ് മെയിൻ കാര്യം. ഈ മിക്സ് എല്ലാ ഭാഗത്തും ഒറ്റുപോലെ എത്തിയാലേ നമുക്ക് ആ ഒരു എക്സാക്റ്റ് ടേസ്റ്റ് കാര്യങ്ങളെല്ലാം കിട്ടുള്ളൂ. അടുത്തേ നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ച കാഷ്യൂ നട്ട്സ് എല്ലാം ഇടാം. പിന്നെ പൊടിച്ച് വെച്ചേക്കുന്ന ഗ്രാമ്പ് ഒരു ടീസ്പൂൺ അത്രയും മതി. അധികമായാൽ നമുക്ക് ആ ഫ്ലേവറൊന്നും പിടിക്കില്ല, കുറച്ചൊരു കുത്തൽ ടേസ്റ്റ് വരും. അതുകൊണ്ട് കുറച്ച് മതി, 1 ടീസ്പൂൺ. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ചായിട്ട് നമ്മൾ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. റെഡിയാക്കി വെച്ചില്ല, കുറച്ചായിട്ട് മതി. നന്നായിട്ട് ചേർക്കുന്ന സമയത്ത് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കുറച്ചൊക്കെ മനസ്സിലാവുന്നില്ല. നല്ല ടൈറ്റും അല്ല, നല്ല ലൂസും അല്ല. അതായത് നമ്മളിങ്ങനെ ഉറ്റിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ലൂസായിട്ട് പോകരുത്. ആ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ നമുക്ക് കിട്ടണം, എന്നാലേ നമ്മളെ കേക്ക് നന്നാവുള്ളൂ. ഇനി നമ്മളെ ട്രേയിലോട്ട് ബട്ടർ പേപ്പറൊക്കെ വയ്ക്കുക. ബട്ടർ പേപ്പറിൽ വീണ്ടും ഒന്നും കൂടെ ബട്ടറൊക്കെ തേച്ച് സെറ്റാക്കുന്നുണ്ട്. ഞാനിവിടെ എയർ ഫ്രയറിൽ വെച്ചിട്ടാണ് നമ്മളെ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്.
ഇനി ബാറ്റർ നമുക്ക് പതുക്കെ ട്രേയിലോട്ട് ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് ഒഴിച്ച് ഒന്ന് സെറ്റാക്കി കൊടുക്കാം. എല്ലാ ഭാഗത്തും എത്തുന്ന തരത്തിൽ ഒന്ന് പതുക്കെ സൈഡൊക്കെ ഞാൻ നല്ലോണം ബട്ടർ തേച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. നന്നായിട്ട് ഇതിനൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണേ. എയറെല്ലാം പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പ്രീ ഹീറ്റായി കഴിഞ്ഞു. ട്രേ നമുക്ക് ഇങ്ങോട്ട് വയ്ക്കാം. പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് ഓക്കെയാണ്. ഹീറ്റൊക്കെ നോക്കി നമുക്കിതൊരു 180 വെക്കാം. ഒരു 15 to 20 മിനിറ്റ്സ് കൊണ്ട് തന്നെ നമ്മളെ കേക്ക് റെഡി ആയിട്ട് കിട്ടും. ഓക്കെ, ഇപ്പോൾ 20 മിനിറ്റ്സ് ഒക്കെ കഴിയാനായിട്ടുണ്ട്. നമുക്കിതൊന്ന് സെറ്റായോ എന്ന് നോക്കാം. ഞാൻ പുറത്തേക്ക് ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക്. നോക്കിയേ എങ്ങനെയുണ്ട്. ഞാൻ പറഞ്ഞ പോലെ നല്ല പ്ലഫി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. സൈഡൊക്കെ നോക്കിയേ. ഞാനിപ്പോൾ ഇതിന് ഒരു 15 to 20 അത്ര തന്നെ എടുത്തിട്ടുള്ളൂ. നമ്മൾ അല്ലാതെ കുക്കറിൽ കാര്യങ്ങളിലൊക്കെ വെക്കുകയാണെങ്കിൽ ഒരു 25 to 30 അത്ര മതിയാവും. ആ ഒരു സമയത്തുള്ള നമ്മൾ ഇഡ്ഡലി കുക്കറിലൊക്കെ വയ്ക്കില്ലേ, അങ്ങനെ വയ്ക്കാന്ന് വെച്ചാൽ 25 to 30. ഇവിടെ ഒരാൾ റെഡി ആയിട്ടുണ്ട്. ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. നോക്കിയേ, അച്ഛനും മോളും കൂടെ കേക്കൊക്കെ കട്ട് ചെയ്തു. കാശിക്ക് എപ്പോഴും ഫസ്റ്റ് കട്ട് ചെയ്യണം, അങ്ങനെയാണല്ലോ കുട്ടികൾ. കാശി കട്ട് ചെയ്തു. എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. എങ്ങനെയുണ്ട്, കഴിച്ച് നോക്കിയേ. സൂപ്പറാണോ? സൂപ്പറായിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. എല്ലാവരും ക്രിസ്മസിനേക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, താങ്ക് യു.